ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് എന്തിനെങ്കിലും പറഞ്ഞറിയാം. റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് കളങ്കാവൽ മൂവിയുടെ ഒഫീഷ്യൽ ട്രെയിലർ ആണ്. നമുക്കറിയാം കുറെ നാളുകൾക്ക് ശേഷമാണ് മമ്മൂക്ക വരുന്നത്. മമ്മൂക്കയുടെ മൂവി എന്താ പറയാ, എനിക്ക് തോന്നുന്നു കുറച്ചായിട്ട് ഇവൻ ഞാനും കണ്ടിട്ടില്ല. കാരണം എടുക്കുന്ന റോൾസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അപ്പൊ അതെല്ലാവർക്കും പോകുന്ന ക്യാരക്ടർ ആണോ എന്നുള്ളത് ഒരു സംഭവമാണ്. പിന്നെ ലാസ്റ്റ് മൂവീസ് ഒന്നും ചിലതൊന്നും വന്നതും പോയതും അങ്ങനെ അറിഞ്ഞിട്ടില്ല. കാരണം പ്രത്യേകിച്ച് ഡൊമിനിക്കും പിന്നെ അതുപോലെ ഡൊമിനിക്ക് ഹിറ്റായിരുന്നു, പക്ഷേ ഒരു ആവറേജ് ലെവലിൽ മാത്രമേ പോയിട്ടുള്ളൂ. ആൻഡ് ബസൂക്ക ആണെങ്കിൽ അത്ര നല്ല അഭിപ്രായമായിരുന്നില്ല. ആൻഡ് അതിനുശേഷമാണ് നമുക്ക് കുറച്ച് വയ്യാണ്ടും ആയത്. ആൻഡ് അതിന് മുന്നേയൊക്കെ ഗംഭീര പടങ്ങൾ ചെയ്ത്, പ്രത്യേകിച്ച് ബ്രഹ്മയുഗത്തിന് ഇപ്പം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ട് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അതിനുശേഷം വന്ന മൂവീസ് ഒക്കെയാണ് കുറച്ചൊന്ന് അതെ പിന്നെ തിയേറ്ററിൽ സക്സസ് ആവാത്ത രീതിയിൽ പോയിട്ടുള്ളത്. അതിനുശേഷമാണ് ഇത് വരുന്നത്. അപ്പൊ ഈ മൂവി ആണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഇപ്പൊ പ്രത്യേകിച്ച് മമ്മൂക്ക കൂടുതലും എന്താ പറയാ സ്റ്റാർ ആയി നിൽക്കുന്ന ആ ഒരു ടൈമാണ്. സ്റ്റാർ എന്ന് പറയേണ്ട ആവശ്യമില്ല, അല്ല അങ്ങനെയല്ല, ഒന്നും കൂടി സ്റ്റാർ ആയി നിൽക്കുന്നത്. കാരണം ആ ഒരു അവാർഡും കൂടി കിട്ടി. പിന്നെ അത് മാത്രമല്ല, അതിന്റെ ഇടയിൽ നമ്മൾ പേട്രിയോട്ടിന്റെ ടീച്ചർ എന്തോ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അത് പക്ഷെ അത് ഭയങ്കരമായിട്ടുള്ള എക്സ്പെക്ടേഷനിൽ കിട്ടുകയും ചെയ്തില്ല. കാരണം വെച്ചാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് അതിപ്പോ രണ്ടുപേരുടെ കേട്ടോ, ഇപ്പൊ ലാലേട്ടനാണെങ്കിലും മമ്മൂക്കയാണെന്നുണ്ടെങ്കിലും നമ്മള് ഞാൻ പ്രതീക്ഷ പോലൊരു സംഭവം അല്ല കിട്ടി. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കണ്ടു എന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. അത് പുതിയ കാലത്തിന്റെ 2020 ആവാത്തോണ്ടാണ്. അതാണ് അത് പഴയ കാലത്ത് 2020 കണ്ട നമ്മളെ കൊണ്ടിട്ട് പുതിയ കാലത്ത് പുതിയ സാധനം കാണിക്കാൻ നോക്കുമ്പോൾ നമുക്ക് അതിൽ കിട്ടിയൊരു വൈബ് ഉണ്ട്, ഒരു ചെറിയൊരു ഗെയിം ഫീല് ബിറ്റ്വീൻ ദം. അപ്പൊ അതിനകത്ത് ചിലപ്പോൾ കിട്ടാത്തോണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇതിലാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള എക്സ്പെക്ടേഷൻ ഉള്ള ഒരു പടമാണ്. അതിന്റെ മുന്നേ ഇറങ്ങിയ ടീച്ചർ നമ്മൾ റിയാക്ട് ചെയ്തില്ലെങ്കിലും നല്ല റെസ്പോൺസ് കിട്ടിയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മമ്മൂക്കയും വിനായകനുണ്ട്. വിനായകൻ അറിയാം, പൊതുവെ ഒരു റോൾ എടുക്കുന്ന സമയത്ത് ചുമ്മാ അങ്ങനെ വന്ന് അഭിനയിക്കില്ല. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും ചെയ്യാൻ വേണ്ടിയിട്ട്. ഡയറക്ടർ അഗെയിൻ പുതിയ ആളാന്ന് തോന്നുന്നു, ജിതിൻ കെ ജോസ്. അത് പിന്നെ മമ്മൂക്കയാണല്ലോ, അറിയാലോ. ഡയറക്ടറും മജീദ് അങ്ങനെ എന്തോ പേരാണ്, അദ്ദേഹത്തിന് എനിക്ക് അധികം അറിയില്ല. പക്ഷെ ഇതിന് മുന്നേ അങ്ങയുടെ പേര് കേട്ടിട്ടുണ്ട് ഞാൻ. പക്ഷെ ഡയറക്ടർ പുതിയ ആണെന്ന് തോന്നുന്നു. കാണാം. ഇത് എനിക്കൊന്ന് ഒരു ദിവസം 2 ദിവസം മുന്നേ, ഒരു ദിവസം മുന്നേ ആയിട്ടാണ് തോന്നുന്നു. പക്ഷെ പടം ഈ മാസം റിലീസ്. മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷൻ. തിരുവനന്തപുരം ജില്ലയുടെ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കോട്ടായിക്കുളം എന്ന ഗ്രാമം. അവിടുത്തെ 2 യുവാക്കൾ തമ്മിലുണ്ടായ നിസ്സാരമായ തർക്കം അവരുടെ സുഹൃത്തുക്കൾ ഏറ്റുപിടിച്ച് വലിയൊരു വഴക്കായി മാറി. പിന്നീട് അത് നാട്ടിലെ 2 പ്രബല സമുദായങ്ങൾ തമ്മിലുള്ള ഒരു ലഹളയായി വന്നു. ആ വർഗീയ കലാപത്തിന്റെ തായ്വേരുകൾ തേടിച്ചെന്ന കേരള പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തിനു മുന്നിൽ അവിചാരിതമായി തുറന്നു കിട്ടിയ ഞെട്ടിക്കുന്ന തെളിവുകളല്ല. തിരിഞ്ഞ് ഒടുവിൽ തങ്ങൾ എത്തി നിൽക്കുന്നത് ഒരു മഞ്ഞുമലയുടെ അറ്റത്താണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവർ നടത്തിയ അസാധാരണമായൊരു കുറ്റാന്വേഷണത്തിന്റെ കഥ. അത് വല്ലാത്ത കഥയാണ്. ഇതിനൊരു അവസാനമില്ല സാറേ. നമ്മളായിട്ട് പൊക്കിയാൽ ഇത് അവസാനിക്കാൻ. മമ്മൂക്കനെ അന്വേഷിക്കണം. നമ്മൾ ഇത്രയൊക്കെ കേട്ടിട്ട് എങ്ങനെയാണ് സാറേ നമ്മളെ തിരിച്ചു പോകുന്നത്? സാറേ നമ്മൾ വിചാരിച്ചപ്പോൾ റിലേറ്റ് എന്നാണ് പോകുന്നത്. നല്ല സ്റ്റോറി. ഇതിന് പോയാൽ ശരിയാവില്ല രജിസ്ട്രേഷൻ. ഇൻവെസ്റ്റിഗേഷൻ ഫീലുണ്ട്. ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് എന്തിനെങ്കിലും പറഞ്ഞറിയാം. വില്ലനാണോ? വട്ടിട്ട് ഉറപ്പിച്ചു കാണിച്ചില്ലേ? നവംബർ 27. പക്ഷേ എഗെയിൻ ഒരു ഡയറിങ് അറ്റംപ്റ്റ് കേട്ടോ. എന്താ കാരണം എന്നറിയോ? എഗെയിൻ ഒരു ഡയറിങ് കാരണം എന്താ അറിയോ? ട്രെയിലറിൽ ഏറ്റവും അവസാനം അതൊരു ഷെയ്ഡിൽ മാത്രം മമ്മൂക്കനെ കാണിച്ചുള്ളൂ. ആൻഡ് വിനായകൻ നല്ലോണം പെർഫോം ചെയ്യാനുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഏകദേശം ഒരു കണ്ണൂർ സ്കോഡിന്റെ ഒരു വൈബൊക്കെ കുറച്ച് കിട്ടി അല്ലേ? കാരണം വെച്ചാൽ അതിലും ശരിക്കും മമ്മൂക്ക മെയിൻ റോൾ ആണെങ്കിലും കൂടെ വരുന്ന എല്ലാവർക്കും പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ആൻഡ് അവരൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് സിനിമേൻ്റെ അകത്ത്. വെറുതെ മമ്മൂക്ക ഹീറോ ആയിട്ട് വന്നിട്ട് അങ്ങനെയല്ല. ഏകദേശം ഈ ട്രെയിലറിൻ്റെ അകത്ത് അങ്ങനെ കിട്ടിയതല്ലേ അല്ലേ? ട്രെയിലർ ഒരു ടീസർ പോലെ ഉണ്ടായിരുന്നു. സത്യം. ഇതിൻ്റെ അകത്ത് മമ്മൂക്കേനെ നമ്മൾ കുറച്ചും കൂടി കാണണം ഇങ്ങനെ വിചാരിച്ചു. പക്ഷെ അവസാനം അത് കാണിച്ച് ഇച്ചിരി തന്നതാണെങ്കിൽ അതിൻ്റെ അകത്തൊരു വില്ലനിസം ഭയങ്കരമായിട്ടുണ്ട് അല്ലേ? ചിലപ്പോൾ നായകൻ പ്ലസ് വില്ലൻ ഉള്ള ഒരു കോമ്പിനേഷൻ, അങ്ങനത്തെ ഒരു സംഭവമായിരിക്കും. ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം പോലെയും ഫീൽ ചെയ്യുന്നുണ്ട്. ഏകദേശം എനിക്കൊരു മറ്റൊരു ത്രില്ലർ മോഡ് സംഭവം ഫീൽ ചെയ്തത്. അപ്പൊ ഏകദേശം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പടം. ഒരു കണ്ണൂർ സ്കോഡ് വൈബാണ് മൊത്തത്തിൽ കിട്ടിയത്. കാരണം അതിനകത്ത് അങ്ങനെ തന്നെയല്ലേ,
അതായത് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ ഏകദേശം അത് തന്നെയാണ്. ആ ഒരു കണ്ടന്റിൽ തന്നെയാണ് ഓറിയന്റഡ് ആയിട്ട് വരുന്നത്. ഇടയിൽ വരുന്ന ഒരു ത്രില്ലിംഗ് മൊമെന്റ്സും കാര്യങ്ങളൊക്കെയാണ് നമുക്കൊരു ഗൂസ് ബംസ് കിട്ടുന്നത്. പ്രത്യേകിച്ച് എൻഡിലോട്ടൊക്കെ ആകുമ്പോൾ നീ ഭയങ്കരമായിട്ട് ആകെ എനിക്ക് തോന്നുന്ന ഒരു കുറച്ച് സ്ഥലങ്ങൾ മാത്രമല്ല ഇത് പ്രശ്നം വന്നുള്ളൂ. പക്ഷെ എൻഡിലോട്ടൊക്കെ നല്ല രസമായിരുന്നില്ലേ, ഭയങ്കര എൻജോയ് ചെയ്തു. ത്രില്ലർ ത്രില്ലർ അല്ലാണ്ട് അവസാനം തൊട്ട് നീ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ കണ്ടായിരുന്നു. അത് എനിക്ക് കണ്ടീഷൻസ് ഒക്കെ ചിലത് എൻജോയ് ചെയ്യും, ചിലത് എൻജോയ് ചെയ്യും. അല്ല, അതിന്റെ ഇടയിലുള്ള ഒരു പോർഷൻ മാത്രമേ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ആ ഒരു, അതായത് ആ പടത്തിന്റെ പ്രശ്നമല്ല കേട്ടാ, കണ്ടപ്പം തോന്നിയൊരു സംഭവമാണ് ഉണ്ടായിരുന്നത് അല്ലേ. നമ്മുടെ റിയാക്ഷൻ അല്ല അത് പിന്നെ ഇതിനകത്ത് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. അതെ, പിന്നെന്ന് വെച്ചാൽ അത് കാണുന്നവരുടെ ഇഷ്ടമല്ലേ. ബിക്കോസ് എന്താ പറയുക, ചിലർക്ക് ചില പടങ്ങൾ ഇഷ്ടവും, ചിലർക്ക് ചില പടങ്ങൾ ഇഷ്ടാവില്ല. അപ്പൊ അത്രേ ഉള്ളൂ സംഭവം. അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബോക്സിൽ വെച്ച് ചേർത്ത വീഡിയോയിൽ കാണാം.